ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. ലൈംഗിക പീഡന പരാതിയിൽ പാലക്കാട് നഗരസഭാ കൌൺസിലർ പ്രശോഭ് വത്സന് തിരിച്ചടി. മണ്ണാർക്കാട് SC/ST കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. പ്രശോഭിനായി പോലീസ് വ്യാപക പരിശോധന നടത്തുന്നു. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം പ്രശോഭിന്റെ വീട്ടിലെത്തി. പ്രതിക്ക് കോൺഗ്രസും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും സംരക്ഷണമൊരുക്കുന്നുവെന്ന് BJP ആരോപിച്ചു. പ്രശോഭ് കൌൺസിലർ സ്ഥാനം രാജിവെക്കണമെന്നും BJP ആവശ്യപ്പെട്ടു. പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ്. ജോലി വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്ന കണ്ടന്റാണ് പ്രധാനമായിട്ടും ഈ കേസിൽ ഇൻവോൾവ് ആയിട്ട് ഉള്ളത് എന്നും അതാണ് സ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളൊരു ഫൈൻഡിങ്ങിലേക്കാണ് കോടതി എത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 1.5 വർഷക്കാലമായി പ്രതിയും അതുപോലെ തന്നെ സർവൈവറും തമ്മിൽ പരിചയമുണ്ട് എന്ന കണ്ടെത്തലും കോടതി നടത്തിയിട്ടുണ്ട്. BNS-ലെ 69-ാം വകുപ്പും അതോടൊപ്പം തന്നെ SC/ST അട്രോസിറ്റീസ് ആക്ടിലെ അതിൽ 325 എന്ന വകുപ്പും ഇതിൽ പ്രധാനമായിട്ടും നിൽക്കും. കേരളത്തിലെ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് ഒരു ജനപ്രതിനിധി തന്നെ ഒരു ദളിത് പെൺകുട്ടിയെ പീഡിപ്പിക്കുകയും ആ പെൺകുട്ടി നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനിടയായ സാഹചര്യം ഉണ്ടായി. പീഡിപ്പിക്കുന്ന സമയത്ത് ഷാഫി പറമ്പലിനെ വീഡിയോ കോൾ ചെയ്തു എന്ന് പറഞ്ഞു വരുന്നു. അതിനുശേഷം അവരുടെ ഒരു ഓഡിയോ പുറത്തു വരുന്നു. ഇത്രയ്ക്ക് ഞെട്ടിപ്പിക്കുന്ന സംഭവം ഉണ്ടായിട്ടും കേരള പോലീസിന്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ അനാസ്ഥയാണ് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത്. പ്രശോഭിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് വിജയിച്ച് കയറി വന്നിട്ടുള്ള ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഇക്ബാൽ, കോടതിയിൽ നിന്ന് തിരിച്ചടിയാണ് പ്രശോഭനുണ്ടായത്. പക്ഷെ 3 ആഴ്ചയായി ഒളിവിലുള്ള പ്രതിയെ തേടി വീട്ടിലെത്തിയതാണോ പോലീസിന്റെ വ്യാപക പരിശോധന? മാധു, ഈ യുവതി പരാതി നൽകിയതിന് പിന്നാലെ തന്നെ പ്രക്ഷോഭന് വേണ്ടി തിരച്ചിൽ ആരംഭിച്ചിരുന്നു എന്നുള്ളതാണ് പോലീസ് പറഞ്ഞിരുന്നത്. ആദ്യഘട്ടത്തിൽ പ്രക്ഷോഭം തമിഴ്നാട്ടിലേക്ക് ഉൾപ്പെടെ ഒളിവിൽ പോവുകയും പിന്നീട് അവിടെ ഇരുന്നു കൊണ്ടാണ് പ്രക്ഷോഭം മുൻകൂർ ജാമ്യം തേടി മണ്ണാർക്കാട് കോടതിയെ സമീപിച്ചതെന്നുമാണ് പോലീസിൽ നേരത്തെ പറയുകയും ചെയ്തത്. ഏതായാലും ഇപ്പോൾ മണ്ണാർക്കാട് കോടതി പ്രക്ഷോഭ് സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു. കോടതി കണ്ടെത്തിയിരിക്കുന്നത് ജോലി വാഗ്ദാനം ചെയ്ത് തന്നെയാണ് പ്രക്ഷോഭ് ഇത്തരത്തിൽ ഈ യുവതിയെ പീഡിപ്പിച്ചതെന്ന് കോടതി കണ്ടെത്തുകയായിരുന്നു. ഇന്നലെ നടന്നിട്ടുള്ള 2 ഭാഗത്തിനെയും വാദങ്ങൾക്കും അതുപോലെ തന്നെ ഈ അതിജീത് തന്നെ കോടതിയിലെത്തി നേരിട്ട് മൊഴി നൽകിയതിനും അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു കണ്ടെത്തലിലേക്ക് മണ്ണാർക്കാട് പ്രത്യേക SC/ST കോടതി എത്തിയത്. മാത്രമല്ല 1.5 വർഷമായി പ്രക്ഷോഭനെ ഈ പരാതിക്കാരെ കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ ഇതൊരു ദളിത് യുവതിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇവരെ അതിക്രമിക്കുകയായിരുന്നു പ്രക്ഷോഭ് എന്നുള്ളതാണ് കോടതി കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രക്ഷോഭ് സമർപ്പിച്ചുള്ള മുൻകൂർ ജാമ്യാപേക്ഷ മണ്ണാർക്കാട് പ്രത്യേക SC/ST കോടതി തള്ളുകയും ചെയ്തിട്ടുള്ളത്. ഈ കോടതി നടപടിക്ക് പിന്നാലെ തന്നെ പ്രക്ഷോഭന് വേണ്ടിയുള്ള അന്വേഷണം ഇപ്പോൾ ശക്തമാക്കിയിരിക്കുകയാണ്. പാലക്കാട് DYSP നേതൃത്വം വിവരങ്ങൾ നൽകിയത്.